ഇത് മുഴുവൻ കാന്താരി തൈ അല്ലേ, പച്ചമുളക് തൈയാണ്. വേണ്ട പച്ചമുളക് തൈ, പച്ചമുളക് തൈ വേണ്ട, പച്ചമുളക് തൈ. ഇവിടെ ഉണ്ട് അതിനകത്ത് പെട്ടെന്ന് ഉണ്ടാകും കേട്ടോ. പക്ഷെ 1-2 ഇത് നടാൻ പറ്റുള്ളൂ. ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ഇത് കാന്താരിയാണ്. കാന്താരി അത് ഞാൻ കാണിച്ചായിരുന്നില്ല. ഇവിടെ ചീരയുണ്ട്. കാന്താരി മുരടിച്ചിരിക്കുകയാണ്. ഇല മുരടിപ്പോട്ടെ. അന്ന് ചിലപ്പോൾ അടുത്തൊക്കെ ചെയ്യണം. ഇവിടെ വളം ഇട്ടല്ലേ ഇപ്പോൾ ഇവിടെ കിട്ടും. പിന്നെ വെണ്ടയ്ക്കയുടെ തൈ, പച്ചമുളകിൻ്റെ തൈ ആർക്ക് ഇഷ്ടം പോലെ തരാം കേട്ടോ. പറഞ്ഞാൽ മതി, ഇവിടെ വന്നാൽ മതി. അല്ല വെണ്ടയുടെ തൈ ഇതെല്ലാം പറിച്ചാണ്. ഞാനിത് നാളെ സമയം കിട്ടി മൊത്തം അടിവളം കൊടുക്കണം. അടിവളം കോഴിവളം എടുത്തിട്ടുണ്ട്. കോഴിവളം മേടിച്ചിട്ട് ചാണകപ്പൊടി മണ്ണോടെ മിക്സ് ചെയ്ത് ചവറൊക്കെ ഇട്ട് പച്ചില ഇവിടെ കരിയില ഉണ്ടല്ലോ, കരിയില അടിയിലിടണം. അപ്പം എന്നാലും നല്ലത് വളരത്തുള്ളൂ. നമുക്കുള്ള സമയം കിട്ടുന്നില്ല, അതാണ് കുഴപ്പം. ഓടാൻ പോകുന്ന കാര്യം അറിയാമല്ലോ. എനിക്ക് നമുക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഇത്രയും കൂടെ നല്ലത്. നല്ല പച്ചക്കറിയോ ചീരയൊക്കെ അംശമില്ലാത്ത പച്ചക്കറിയൊക്കെ കഴിക്കാമല്ലോ. അത് കാരണം നമ്മളിതെല്ലാം ചെയ്യുന്ന ഇതെല്ലാം പറിച്ചിടാറുണ്ട്. ഇതെല്ലാം ഉണ്ടോ, പറിച്ചിടാറുണ്ട്. തയ്യൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും തരാം. ഫ്രീ ആയിട്ട്. പിള്ളേരെല്ലാം പോരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എത്തിക്കുകയാണ്. പിന്നെ ഇവിടെയാണ് സ്ഥലം. എവിടെയൊക്കെ ഉണ്ടാകും, അപ്പുറത്തൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ തക്കാളി ഇങ്ങനെ പ്രഭാവമായിട്ട് അത് കുറച്ചേ ഉള്ളൂ. തക്കാളി പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതിനൊക്കെ പണിയുണ്ട്. വളത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഇപ്പം കുറച്ച് ചീര ഇത് പറിച്ച് കൊടുക്കും ഞാൻ. അല്ല പിന്നെ തിങ്ങി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട് സാഹചര്യം. ഞങ്ങൾ പിന്നെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. 15 ദിവസത്തിന് സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പാട്ടത്തിന് കരപ്രാവശ്യത്തിൽ കരപ്പാടം ഉണ്ടല്ലോ, അതിനടുത്ത് കരപ്പാടമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിൽ പണി അതെല്ലാം ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഇതാണ് നമ്മൾ പക്രു എന്ന് പറയുന്നില്ല, പക്രു. ഇതുണ്ടോ, ഞാൻ എൻ്റെ പക്രു. അപ്പോൾ എഴുതട്ടെ ബാ. അത് പക്രുവിൻ്റെ മുത്ത് പക്രുവാണിത്. വന്നു